السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാന്യരായ നന്ന ബാക്കിലുള്ളവര് കുറച്ച് മുകളിലേക്ക് മുന്നോട്ട് വന്നിരിക്കാൻ നേതൃത്വം ആവശ്യപ്പെടും. ബാക്കിലുള്ളവരും മദനീസ് അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ ഷറഫു സാദാത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അഷ്റഫ് തങ്ങൾ ആദൂർ, ബഹുമാനപ്പെട്ട പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ്, ബഹുമാനരായ അബ്ദുൾ റഷീദ് മദനി ഉസ്താദ് തുടങ്ങി സ്റ്റേജിൽ പ്രവിഷ്ടരായ നേതാക്കന്മാർ, സദസ്സിലെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മദനികളായ സഹോദരങ്ങൾ, മറ്റ് ശ്രോതാക്കൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹ്ലായ ഫള് കൊണ്ട് മഹാനായ ശൈഖുന താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ 12ാമത് ഉറൂസ് മുബാറക്കും 2ാമത് സനദുദാന സമ്മേളനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയോടനുബന്ധിച്ചുകൊണ്ട് എല്ലാ വർഷങ്ങളിലും ഉറൂസ് വരുമ്പോൾ നാം നടത്തി വരാറുള്ള മദനി സംഗമവേദിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കർണാടകയിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഉറൂസിന് ആരംഭം കുറിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ സന്തലുമായി മദനീസ് അസോസിയേഷൻ ഭാരവാഹികളും നമ്മുടെ പ്രവർത്തകരും താജുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ എത്തുകയും ആവേശപൂർവം കമ്മിറ്റി ഭാരവാഹികളും മുതഅല്ലിമീങ്ങളും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് ആ മാതൃകാപരമായ പ്രവർത്തനം എന്നും നിലനിൽക്കട്ടെ, ആമീൻ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. തുടർന്ന് മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലകളിലുമായി നമ്മുടെ ശൈഖനയുടെ ചാരത്ത് നടക്കുന്ന മൗലിദ് സദസ്സുകളിലും ബുർദ മജ്ലിസുകളിലും വഅദ് പരിപാടികളിലുമൊക്കെ നമ്മുടെ മദനികളുടെയും മുഹിബ്ബീങ്ങളുടെയും വലിയ പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ശൈഖുനയുടെ ചാരത്തു തന്നെ ധാരാളം ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും ഒരുമിച്ച് കൂടിക്കൊണ്ട് സുബ്ഹിക്ക് ശേഷം ഖത്മുൽ ഖുർആൻ നടന്നു. അതിനുശേഷം ദലായിലുൽ ഖൈറാത്ത് ഖത്മ് ചെയ്യുന്ന സദസ്സും സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ബഹുമാന്യരായ സാദാത്തുക്കൾ നേതൃത്വം നൽകിയ 2 സദസ്സും അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായിരുന്നു.
ഇന്നത്തെ മൂന്നാമത്തെ പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നടക്കുന്നത് മദനി സംഗമമാണ്. ഇരിക്കുന്നത് മദനികളായ പണ്ഡിത സുഹൃത്തുക്കളാണ്. നാം ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നതും മദനികളായ നമ്മുടെ സഹോദരങ്ങളെയാണ്. മദനി സംഗമമാവുമ്പോൾ പരിസരത്തുള്ള ആരെങ്കിലും വന്നിരുന്നാൽ അത് മദനി സംഗമമാവില്ലല്ലോ. മദനികളായ ഉസ്താദന്മാർ തന്നെ എത്തണ്ടേ. അത് വളരെ വ്യാപിച്ചു കിടക്കുന്നൊരു ശൃംഖലയാണ് മദനിമാർ. കർണാടക സ്റ്റേറ്റിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെയായി ധാരാളം മദനിമാരുണ്ട്. പലരും ഇപ്പോഴും യാത്രയിലാണ്. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ എത്തിച്ചേരും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല. വളരെ പ്രധാനമായി എൻ്റെ പ്രിയപ്പെട്ട മദനി സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ ശൈഖുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആ നേതൃത്വം നമുക്ക് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. കേരളക്കരയിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ കുറവ് ഇല്ല, സാദാത്യങ്ങളുടെ കുറവും ഇല്ല. എന്നിട്ടും അല്ലാഹുവിന്റെ വലിയ ഫضل കൊണ്ട് എല്ലാ സാദാത്യങ്ങളാലും ആദരിക്കപ്പെടുന്ന, എല്ലാ ആലിമീങ്ങളാലും ബഹുമാനിക്കപ്പെടുന്ന മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാപണ്ഡിതന്റെ, ആ വലിയ മുർഷിദിന്റെ, ആ വൈജ്ഞാനിക പ്രവാഹത്തിന്റെ കേന്ദ്രത്തിന്റെ കാലിന്റെ ചുവട്ടിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് മദനിമാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് എത്ര ശുക്ർ അല്ലാഹുവിനോട് ചെയ്താലും മതിയാവില്ല, എത്ര സ്തുതിച്ചാലും മതിയാകില്ല. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് ചെയ്തത്. ഇന്ന് രാവിലെ ഖത്മുൽ ഖുർആൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരുമിച്ചു കൂടിയ സാധാരണക്കാരായ കുറെ ആളുകൾ ഉണ്ടായപ്പോൾ മഹാനായ ശൈഖുനയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്പസമയം ഞാൻ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞത്, ശൈഖുന ആരാണെന്നറിയാൻ, അവിടുത്തെ വിജ്ഞാനത്തിന്റെ ആഴമളക്കാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ശൈഖുനയെ അറിയാൻ ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, ഇന്ന് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം അഭയകേന്ദ്രമായി ഓടിച്ചെല്ലുന്ന നമ്മുടെ സാദാത്യങ്ങളും പണ്ഡിതന്മാരും അവരൊക്കെ ശൈഖുനയുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ശൈഖുനയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ഇജാദത്തുകൾ സ്വീകരിച്ചവരോ ആയ മഹാപ്രതിഭകളാണ്. വലിയ സൂഫി വര്യനും മഹാ ആശിഖുർ റസൂലുമായിരുന്നു മഹാനായ താഴക്കോട് ഉസ്താദ് അവറുകൾ. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. പാതിരാ സമയത്ത് ഉസ്താദിന്റെ ലോകത്തോടുള്ള വിട പറയുന്ന സമയം മകൻ വിശദീകരിക്കുകയുണ്ടായി. ഉസ്താദ് സുഖമായി കിടക്കുന്നുണ്ട്, കിടന്നുറങ്ങിയതുപോലെ. കൈകാലുകൾ ഉസ്താദ് തന്നെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ ചുണ്ടുകളും മുഖവും കണ്ടാൽ, ആ പ്രകാശം കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്തെന്നില്ലാത്തൊരാവേശമായിരുന്നു എന്ന് മകനും കുടുംബവും വിശദീകരിച്ചിട്ടുണ്ട്.
ആ മഹാനായ ആഷിഖുർ റസൂൽ മഹാനായ താഴക്കോട് ഉസ്താദിന്റെ അഭിവന്യ ഗുരു മഹാനായ താജുൽ ഉലമയാണ്. വലിയ പണ്ഡിതനായ മഹാനായ ബാബ ഉസ്താദിനെ നമുക്കെല്ലാവർക്കും അറിയാം. എത്ര വലിയ വിജ്ഞാന സാഗരത്തിന്റെ ഉടമയായിരുന്നു ബാബ ഉസ്താദ്. ആ ബാബ ഉസ്താദിന്റെ ഗുരുവും മഹാനായിരിക്കുന്ന താജുൽ ഉലമയാണ്. എല്ലാ ദിവസവും തന്റെ അംഗത്തിന് നേരിട്ടൊരു വൈകല്യം മറന്ന് താജുൽ ഉലമ എന്ന പണ്ഡിതന്റെ കീഴിൽ പഠിച്ചു വളർന്ന മഹാനായ ബൈത്താർ ഉസ്താദ് മുതഅല്ലിമീങ്ങളെ തേടിക്കൊണ്ട് മദനി അറബി കോളേജിലേക്ക് കടന്നു വരുന്ന രംഗം നമുക്ക് ഓർമ്മയില്ലേ? ആ ബൈത്താർ ഉസ്താദ് താജുൽ ഉലമയുടെ ശിഷ്യനാണ്. ഇന്ന് കർണാടകയിലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ എന്തെങ്കിലും ഒരു മാനസിക ബേജാറും വിഷമൊക്കെ ഉണ്ടാകുമ്പോ നാം ഓടിച്ചെല്ലുന്നത് മഹാനായ മാണി ഉസ്താദിന്റെ അടുത്തേക്കാണ്. മാണി ഉസ്താദ് താജുൽ ഉലമയുടെ ശിഷ്യനാണ്. ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ സജിപ്പ അബ്ദുല്ലാഹി മുസ്ലിയാർ നവറല്ലാഹു മർഖദ. മഹാനായ സജിപ്പ ഉസ്താദ് മഹാനായ താജുൽ ഉലമയുടെ ശിഷ്യനാണ്. ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി കേരളത്തിന് അകത്തും പുറത്തും ഒരു വലിയ ശൃംഖല പണ്ഡിതന്മാരുടെ സൂഫിവര്യന്മാരുടെ വലിയ മഹത്തുക്കളുടെ ഒരു വലിയ ശൃംഖല ശിഷ്യഗണങ്ങളിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ മഹാവ്യക്തിത്വമാണ് മഹാനായ താജുൽ ഉലമ. ആ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളത് മദനിമാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹു അത് അർഹിക്കുന്ന വിധം കൊണ്ടു നടക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ഈ അടുത്ത് ആലോചിച്ചു പോവുക, നമ്മുടെ സ്ഥാപനത്തിന്റെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഞ്ചിനീയറും അയാൾ വന്ന് കമ്മിറ്റി ഭാരവാഹികളും മറ്റു പല നേതാക്കന്മാരും ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് അയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അയാൾ പറഞ്ഞുപോയി, എനിക്ക് മദനിമാരെ വലിയ സ്നേഹമാണ്, മദനിമാരെ വലിയ പേടിയാണ്. ആളെ ഞാൻ പറയുന്നത് അയാൾ പറയാണ്, അതെന്താ കാരണം എന്ന് ചോദിച്ചാല് അവര് മറ്റുള്ള ഉസ്താദ്മാരെ പോലെ ഇങ്ങനെ തെറിച്ചു നടക്കൂല, പോലെ ഇങ്ങനെ ഒതുങ്ങിയായിരിക്കല്. അത് പിന്നെ നമുക്ക് മൊത്തത്തിലൊരു കുഴപ്പമുണ്ടാകാം. നമുക്ക് തീരുമാനം നേതാവൊക്കെ അയാളായിക്കോട്ടെ, പ്രസിഡന്റ് അതോ അയാളായിക്കോട്ടെ, സെക്രട്ടറി അതോ അയാളായിക്കോട്ടെ, അത് ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പറ്റ ഒതുങ്ങുന്ന ഒരു ശൈലി മദനിമാരിലുണ്ട്. അത്ര ഒതുങ്ങും വേണ്ട, അങ്ങനെ ഒതുങ്ങിയാൽ പിന്നെ നമുക്ക് ഇതിൽ പ്രവർത്തിക്കാൻ കഴിയും. സംഘടന മുസ്ലിം ജമാഅത്തിൽ SSF ഒക്കെ നമ്മൾ വേണ്ടേ? നമ്മളുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മളേതായ ഒരു സന്തോഷം, അതിൻ്റെതായ ഒരു പ്രൗഢിയും കഴിവൊക്കെ ഉണ്ടാവുള്ളൂ. അതിലൊക്കെ നമ്മൾ നേതൃത്വ രംഗത്ത് നമ്മൾ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അയാൾ പറയാണ്, പേടി എന്താന്ന് ചോദിച്ചാൽ ഈ മദനിമാരിലെ മിക്കവാറും മദനിമാരൊക്കെ ഔലിയാക്കളാണ്. മൂപ്പരെങ്ങനെ വിലയിരുത്തിക്കുന്ന എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ മശായിഖന്മാരെ മനസ്സിലാക്കിയിട്ടായിരിക്കും ആ പറഞ്ഞത്. അപ്പോ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉസ്താദും ഉസ്താദിന്റെ പഴയകാല ഒരുപാട് ശിഷ്യന്മാരെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഞാൻ അയാൾ പറഞ്ഞ ആ വാക്ക് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ അതിലൊരു അംഗമാകാൻ നമുക്ക് കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, ഒരു ദിവസം മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, റയീസുൽ ഉലമ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, റയീസുന്ന പൊന്മള ഉസ്താദ്,
മഹാനായ ഷെയ്ഖുൽ മുഹഖിഖ് കോട്ടൂർ ഉസ്താദ്, അലമുൽ ഇസ്ലാം ബാവ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ വലിയ നേതൃത്വം ഉൾക്കൊള്ളുന്ന പണ്ഡിത സഭ, ആ പണ്ഡിത സഭയിൽ ഇരുന്നു കൊണ്ട് ഉസ്താദ് ഒരിക്കൽ പറയാ, ഷെയ്ഖുന് ഒരിക്കലും പറയാ, പറഞ്ഞേ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടിയോട് അടിയാറും. നമ്മളെ സമസ്ത അതുകൊണ്ട് തിരക്കല്ല, വേറെ ഏതെങ്കിലും സമസ്ത ആണെങ്കിൽ അപ്പൊ തന്നെ 2 പൊളിയോ. അതെന്തേ കാരണം നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, അത് പറയാൻ ചങ്കൂറ്റമുള്ള ആളാണ് ആ പറയുന്നത്. സുലൈമാൻ ഉസ്താദ് അടി കിട്ടിയില്ലേ? സുലൈമാൻ ഉസ്താദിന് കിട്ടുമല്ലോ അടി. സുലൈമാൻ ഉസ്താദിന് അടിയണ്ട് കിട്ടിയിട്ട് എന്താ കാട്ടിയത്? നിങ്ങൾ ഇനിയും കിട്ടിയാൽ തിരക്കില്ലാച്ചിട്ടാണ് നിന്നത്. അങ്ങനെ സുലൈമാൻ ഉസ്താദ് പ്രസംഗിക്കുമ്പോ പറയാ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ഇന്നാണ് ഇപ്പൊ എനിക്കൊരു സമാധാനമായത്. അപ്പൊ ഷെയ്ഖുന്റെ വേദിയിലുണ്ട്, ഇന്നാണ് എനിക്കൊരു സമാധാനമായത്. എന്തേ? സുലൈമാൻ ഉസ്താദ് വിശദീകരിക്കുകയാണ്, ഇപ്പൊ എനിക്ക് മനസ്സൊക്കെ ഒരു ധൈര്യമായി. എന്റെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, എന്റെ ഉസ്താദുമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും എന്നെ നിയന്ത്രിക്കാനും എന്നെ ഉപദേശിക്കാനും അടിക്കണ്ടെടുത്ത് എന്നെ അടിക്കാനും എനിക്കൊരു മുർഷിദുണ്ടല്ലോ, ഞാനതിൽ സന്തോഷിക്കുകയാണ്. മർക്കസിലെ പ്രധാന മുദർരിസായിരുന്ന ഷെയ്ഖുൽ ഹദീസ് മഹാനായിരിക്കുന്ന നെല്ലിക്കുത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് സദസ്സിൽ നിന്നൊരു അടിയിട്ട് ഇന്നലെ കൂറ്റമ്പാറ ഉസ്താദ് പ്രത്യേകം പറഞ്ഞു. വന്നോ? അടി കിട്ടിയേക്ക് അവിടെ തന്നെ അങ്ങനെ നിന്നിട്ട് പറയാണ്, ഉസ്താദെ ഇവിടെ കിട്ടിയിട്ടുള്ളൂ, ഇനിയൊന്നും ബടി തരണം എന്നാണ്. എന്ത്? എന്നാലേ ഞാൻ നന്നാവുള്ളൂ, എന്നാലേ ഞാൻ നന്നാവുള്ളൂ. ഉസ്താദ് ബടി അടിച്ച് ബടി അടിക്കണം എന്നാണ്. ഇത്രയും വലിയൊരു നേതൃത്വമായിരുന്നു മഹാനായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പൊ അവിടുത്തെ ശിഷ്യന്മാരാകാൻ ഭാഗ്യം കിട്ടിയ വലിയ ഭാഗ്യവാന്മാരാണ് മദനിമാരായി നമ്മൾ എന്ന കാര്യം നിങ്ങൾ ആരും മറന്നുപോകുന്നു. ഞാൻ നിർത്തുകയാണ്. പെട്ടെന്ന് നമുക്ക് പല വിഷയങ്ങളും ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, മഹാനായ ഷെയ്ഖുനയുടെ നാമധേയത്തിൽ ഷെയ്ഖുനയുടെ ചാരത്ത് തന്നെ നടക്കുന്ന താജുൽ ഉലമ ശരീഅത്ത് കോളേജ് വളരെ ഭംഗിയായി നടന്നു വരികയാണ്. മദനിമാരായ ഉസ്താദന്മാരോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വളർന്നു വരുന്ന ഇവിടുത്തെ മദനിമാർ നിങ്ങളുടെ കുഞ്ഞനുജന്മാരാണ്. അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. ഇന്നിപ്പോ രാവിലെ എൻ്റെ അടുക്കൽ ഒരു മദനി വന്നു. എന്തിനും സഹായിക്കാൻ തയ്യാറായിക്കൊണ്ട് അദ്ദേഹം വന്നു. ഇന്നലെ വേറൊരു മദനി വന്നു പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ സഹായിക്കാം, സഹകരിക്കാം. നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ ഇവിടെയുള്ള നമ്മുടെ ഈ സ്ഥാപനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. മദനിമാരും ഒന്ന് ഒത്തുപിടിച്ചാൽ വളരെ ഭംഗിയായി മാതൃകാപരമായ രൂപത്തിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നിങ്ങളൊക്കെ മനസ്സ് അതിൽ വേണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഷെയ്ഖുനാന്റെ അടുത്ത് വരണം എന്ന് ഞാൻ നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും വന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന് കണ്ടുപോയ ആളുകൾ, മരണപ്പെട്ടതിന് ശേഷം അപൂർവമായി വന്ന് സിയാറത്ത് ചെയ്തു പോയ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാകരുത്. ചുരുങ്ങിയതൊരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വന്ന് മഹാനായ ഷെയ്ഖുനയുടെ ഹദറത്തിൽ വന്ന് സിയാറത്ത് ചെയ്ത് ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം. അതുപോലെ ഞാൻ കഴിഞ്ഞ വർഷവും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഷെയ്ഖുനയുടെ ഭാര്യ തൊട്ടടുത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പുറത്ത് ആ വരുന്ന വഴിയിൽ നിന്ന് അല്പം തെറ്റി മുന്നോട്ട് പോകുമ്പോൾ ആ പള്ളിയുടെ മുൻവശത്താണ് ഉമ്മയുടെ ഖബറുള്ളത്.
വരുമ്പോൾ അവിടെ സിയാർത്ത് ചെയ്യാൻ നിങ്ങളാരും മറന്നുപോകരുത്. ആ ഉമ്മയാണ് ഷെയ്ഖുനയെ പഠിക്കുന്ന ആ സമയത്ത് പുതുമാളനായി കിട്ടി മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിന്റെ കുറച്ചു കാലം മുമ്പ് വരെ ആ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പുതിയാപ്ല ആയിട്ടാണ് എന്നും കൊണ്ടിടന്നിരുന്നത്. അപ്പൊ നമ്മളെ ഷെയ്ഖുനെ പുതിയാപ്ലയാക്കിയ ഒരു ഉമ്മ അവിടെ ഉണ്ട്. ആ ഉമ്മയെ നിങ്ങൾ ആരും മറക്കരുത് എന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, സ്ഥാപനത്തിന്റെ സഹകരണത്തിന് നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ